ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വർക്കൗട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ലെഗിൻ്റെ വർക്കൗട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 2 ഡമ്പലുണ്ടെങ്കിൽ, ഞാൻ ആൾറെഡി ബോഡി വെയ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാലിനുള്ള ഒരു വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു 2 ഡമ്പലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെഗിൻ്റെ വർക്കൗട്ടുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലെഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു മസിൽ ഗ്രൂപ്പാണ്. ഏറ്റവും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു അവയവമാണ് ലെഗ് എന്ന് പറയുന്നത്. മിക്കവാറും ആൾക്കാരെല്ലാം ലെഗ് എന്ന് പറയുന്ന ആ ഒരു ഇത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ചെയ്യില്ല. ലെഗിന് ചെയ്യുന്ന എന്തോ മടി കണക്കാണ്. അവർക്കെല്ലാം അപ്പർ ബോഡി മതി, ലെഗിലോട്ട് അവരാരും ശ്രദ്ധിക്കില്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ ലെഗ് ഡേ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ലെഗിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ആ കാര്യം എപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളുക. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെഗിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ എല്ലാം ഉൾപ്പെടും. നിങ്ങളുടെ തൈസും, നിങ്ങളുടെ ഹാംസ്ട്രിങ്, നിങ്ങളുടെ ഗ്ലൂട്ട്, നിങ്ങളുടെ കഫ് മസിൽ എല്ലാം ഉൾപ്പെടും. അപ്പം ഞാൻ ഇതുവരെയൊക്കെ ഇടുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫിറ്റ്നസ്സിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ, കാരണം വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക്, ജിമ്മിലൊന്നും പോകാൻ വലിയ പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ മൊത്തം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കിടിലം വീഡിയോ ആണ്. നിങ്ങൾ ആദ്യം തൊട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനം ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ലെഗിൻ്റെ വർക്കൗട്ട് ആരംഭിക്കാം. ഞാനെൻ്റെ റൂമിനകത്ത് തന്നെയാണ് ഈ വർക്കൗട്ട് ഞങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും അല്പം വാമപ്പ് ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ ലെഗിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ലെഗിന് അല്പം വാമപ്പ് ചെയ്യുകയാണ്. അത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഞാൻ ഈ ചെയ്യുന്ന പോലെ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കണം. കാരണം നമ്മുടെ കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വാമപ്പ് ചെയ്യുമ്പം ഒരു ഫ്ലോ ഒക്കെ കിട്ടും. നമ്മൾ ശരീരത്തിന് കാലിന് നേരത്തെ തന്നെ നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നമ്മളിന്ന് ലെഗിന് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇതുവഴി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കാലൊക്കെ ഒന്ന് ഇതേമാതിരിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് വാമപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ കാലിനൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ്സ് കിട്ടും, ജോയിൻസിനൊക്കെ. അപ്പം നമുക്ക് വലിയ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകത്തില്ല ലെഗിൻ്റെ വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാമപ്പ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. നല്ല വീഡിയോ ആണ്, നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഫസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ ഒരു 5 കിലോയുടെ 2 ഡമ്പൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണക്കുള്ള 5 കിലോയുടെ 2 ഡമ്പലായാലും മതി, കുഴപ്പമില്ല. അപ്പം 2 ഡമ്പൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ തോളിൽ ഇങ്ങനെ വെക്കുകയാണ്. ചെസ്റ്റൊക്കെ ഇങ്ങനെ അപ്പ് ചെയ്ത് നോക്കിക്കോളൂ, ആ ഒരു പൊസിഷൻ നോക്കിക്കോളൂ. അതല്ല, നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഡമ്പൽ ഇങ്ങനെ താപ്പോട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ ഏത് രീതി ചെയ്താലും നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഏത് വർക്കൗട്ടിലും അതാണ് മുഖ്യം. വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് വേണം നമ്മളിരിക്കാൻ, താപ്പോട്ടിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നോക്കൂ, നമ്മുടെ പൊസിഷൻ നല്ല കൃത്യമായിരിക്കണം. ഓക്കെ, പതുക്കെ നമ്മൾ താഴുക. നമ്മുടെ ചെസ്റ്റൊക്കെ അപ്പായിരിക്കണം. നമ്മുടെ കോർ മസിലൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് നമ്മുടെ തൈസിനൊക്കെ വളരെ നല്ല വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെറ്റാണ്. ഒരു 15 പ്രാവശ്യം വെച്ച് ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അടുത്തായിട്ട് രണ്ടാമത്തെ വർക്കൗട്ടാണ്. ഇത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നോക്കിക്കോളൂ. 2 ഡമ്പൽസ് നോക്കിക്കോളുക, ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം ചെസ്റ്റ് അപ്പ് ചെയ്യുക, കോർ ടൈറ്റ് ചെയ്യുക. സ്ലോലി അപ്പ്, സ്ലോലി ഡൗൺ, അപ്പ്, ഡൗൺ, അപ്പ്. ഇത് നമ്മുടെ ഇന്നർ തൈസിനൊക്കെ നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ഈ ലെഗിൻ്റെ ആ അകത്തുള്ള ഇന്നർ തൈസ്, അതിനൊക്കെ നല്ല രീതിയിലുള്ളൊരു വർക്കൗട്ടാണിത്. നിങ്ങളുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട് ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ഉണ്ടാകും ഈ വർക്കൗട്ട് വഴി. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സെറ്റ് ഒരു 15 പ്രാവശ്യം വെച്ചാണ്. നിങ്ങൾ ഓരോ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ 2-3 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക, വീണ്ടും ചെയ്യുക. അത് നിങ്ങളുടെ സ്റ്റാമിനയ്ക്കനുസരിച്ച് വേണം. നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ടൈം കൂട്ടുക. കാരണം നിങ്ങളുടെ ഹാർട്ടിൻ്റെ ബീറ്റൊക്കെ കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാവധാനത്തിൽ ചെയ്താലും മതി.
ഇത് മൂന്നാമത്തെ വർക്കൗട്ടാണ്. ഇതാണ് ലഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട്. ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോം കൃത്യമായിരിക്കണം, നമ്മുടെ ചെസ്റ്റൊക്കെ നല്ല അപ്പായിരിക്കണം, വളഞ്ഞിട്ടൊന്നും നമ്മളിത് ചെയ്യരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നല്ല വർക്കൗട്ടാണ്. നമ്മുടെ ലെഗിന് ഏറ്റവും നല്ല വർക്കൗട്ടാണ് ലഞ്ചസ്. ഇത് തന്നെ വാക്കിംഗ് ലഞ്ചസ് ഉണ്ട്, എന്ന് വെച്ചാൽ നടന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ലഞ്ചസ് ഉണ്ട്. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ലഞ്ചസാണ്, പക്ഷേ ഇത് സൂപ്പർ വർക്കൗട്ടാണ്. ഇതും നിങ്ങൾ ചെയ്യേണ്ടത് 15 പ്രാവശ്യം വെച്ച്, എന്ന് വെച്ചാൽ ഒരു ലെഗിന് 15 വട്ടം വെച്ച് ഒരു 3 പ്രാവശ്യം ചെയ്യണം. ഞാനീ കാണിക്കുന്ന വർക്കൗട്ടുകളെല്ലാം നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്തൊരു നല്ല സെറ്റപ്പായിട്ടുള്ളൊരു ബോഡി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫ്രണ്ട്സ്. അടുത്ത നമ്മുടെ 4ാമത്തെ ലെഗിൻ്റെ വർക്കൗട്ടാണിത്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ഡംബൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം ചെസ്റ്റ് അപ്പ് ചെയ്യുക, കോർ ടൈറ്റ് ചെയ്യുക. സ്ലോലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ആ വർക്കൗട്ട്, നിങ്ങൾ ചെയ്യുന്ന ആ പൊസിഷൻ എല്ലാം കൃത്യമായിരിക്കണം. ഓക്കെ, നല്ല കൃത്യമായ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരിക്കലും ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കുന്നതോ ചുമ്മാ കടന്ന് ചെയ്യുന്നതെന്നോ അല്ല വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏത് മസിൽ ഗ്രൂപ്പിനാണോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിൽ ഗ്രൂപ്പ് ആക്ടിവേഷൻ ഉണ്ടാക്കുക. അതാണ് പരമാവധി പരുക്കുകൾ പറ്റാതെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അതും നമ്മൾ അതേ കണക്ക് തന്നെ 15 പ്രാവശ്യം 3 സെറ്റ് ചെയ്യുക. അടുത്തായിട്ട് 4ാമത്തെ വർക്കൗട്ടാണ്. ഇത് ഹാംസ്ട്രിങ്ങിൻ്റെ വർക്കൗട്ടാണ്. ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ടിനും നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നൊരു വർക്കൗട്ടാണിത്. ഇത് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഒരു കാല് ഞാൻ താഴെ കുത്തി വെച്ചിട്ടുണ്ട്, അടുത്ത കാല് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് മേളിലോട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും കാല് ഒരുപാട് മേളിലോട്ട് പൊക്കരുത്. അത് നിങ്ങളുടെ ഹിപ്പ് ഒരുപാട് പൊങ്ങുന്ന വഴി നിങ്ങളുടെ ലോവർ ബാക്കിനും പരിക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ മാത്രം ചെയ്യുക. കാലൊരല്പം ബെൻഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം സ്ലോലി താഴോട്ട് അതിൻ്റെ ഇത് നിങ്ങളൊരു 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ആ ഹാംസ്ട്രിങ്ങിലോട്ടും ഗ്ലൂട്ടിലോട്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നല്ല സൂപ്പർ വർക്കൗട്ടാണ്. ചെയ്യുക. 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. അടുത്തതും അതേ കണക്ക് തന്നെ 2 കാല് അതേ കണക്ക് തന്നെ ഉറപ്പിച്ച് ഫ്ലോറിൽ വെച്ചതിന് ശേഷം അതും ഹിപ്പ് ഒരുപാട് മേളിലോട്ട് ഉയർത്തരുത്, ഒരുപാട് നടുവിന് സ്ട്രെയിൻ കൊടുക്കരുത്, വളരെ സാവധാനം ചെയ്താൽ മതി. ഇതും നമ്മുടെ ഗ്ലൂട്ട്സിനും നമ്മുടെ ഹാംസ്ട്രിങ്ങിനും നല്ല വർക്കൗട്ടാണ്. ഇതും നമ്മളൊരു 3 സെറ്റ് ഒരു 15 പ്രാവശ്യം വെച്ച് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കാഫ്സ് മസിലിൻ്റെ വർക്കൗട്ടാണ്. കാപ്സിൻ്റെ വർക്കൗട്ടാണ്. ഇതും ഒറ്റ വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാപ്സിന് വേണ്ടി കാണിച്ചു തരുന്നത്. കാപ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വർക്കൗട്ടുകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഡംബൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളെ മാക്സിമം മേളിലോട്ട് സ്ക്വീസ് ചെയ്യണം. നിങ്ങളുടെ കാഫ് മസിൽ നല്ലോണം സ്ക്വീസ് ആവണം. ആൻഡ് പതുക്കെ താപ്പോട്ട് കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും മേളിലോട്ട് 1 സെക്കൻഡ് ഒന്ന് സ്ക്വീസ് ഹോൾഡ് ചെയ്ത് നിർത്തുക, താപ്പോട്ട് കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ കാഫ് മസിൽ ആക്റ്റീവ് ആക്കാൻ വളരെയേറെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നീ കാണിച്ചിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.